ഇന്ന് ഞാൻ സേമിയ പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. ചൈന ഗ്രാസും ജലാറ്റിനൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പുഡിങ് തയ്യാറാക്കാൻ പറ്റും. അപ്പം ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് പാനിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സേമിയാണ്. നിങ്ങളുടെ അടുത്തുള്ളത് നല്ല നീളമുള്ള സേമിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതുപോലെ നേരിയ സേമിയ കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ചൂടായ എണ്ണയിലിട്ടിട്ട് ഈ സേമിയ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സേമിയ ഒരുപാട് അങ്ങ് വറുത്തെടുക്കരുത്. കളർ മാറി വരുന്നത് വരെ വറുക്കരുത്. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കളറൊന്നും മാറാത്ത വിധത്തിൽ നമ്മളിതിനെ വറുത്തെടുക്കണം. അപ്പം ഞാനിവിടെ നമ്മുടെ സേമിയത്തിൻ്റെ കളറൊന്നും മാറാതെ തന്നെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിവിടെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കും അതേപോലെ സേമിയയും നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. പഞ്ചസാര ചേർത്താലും പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ട് ഇതിൽ മിക്സായി വരണം. നിങ്ങൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സേമിയ നന്നായിട്ട് കണ്ടൻസ്ഡ് മിൽക്കിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സേമിയം ചൂടോടുകൂടി തന്നെ നമ്മൾ എന്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടിന്നിലാണ് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സേമിയത്തിൽ നിന്ന് ഒരു 1/4 ഭാഗം ഈ ഒരു കേക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സേമിയ ഞാനിവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പുഡിങ്ങിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു സേമിയ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും വെച്ച് നല്ല വണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കണം. ഇനി ഒരു ബൗളെടുത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്താൽ മതി. കസ്റ്റാർഡ് പൗഡർ എന്തായാലും വേണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ ഈ ഒരു കോൺഫ്ലോറും കസ്റ്റാർഡ് പൗഡറും പാലിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാല് ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ഇതിന് പകരം പഞ്ചസാര ചേർത്താലും മതി. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഒരു കണ്ടൻസ്ഡ് മിൽക്കും പാലും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ മധുരം നോക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിനുള്ള പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു കണ്ടൻസ്ഡ് മിൽക്കും പാലും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പാല് ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വാനില എസൻസ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിക്കുന്നതിന് മുമ്പ് തീ നന്നായി കുറച്ച് വെക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. തീ കൂട്ടി വെച്ചിട്ട് ഈ ഒരു കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റാർഡ് പെട്ടെന്ന് കട്ട കിട്ടും. അതുകൊണ്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഒഴിച്ച പാടുന്ന നമ്മളിത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഒട്ടും തന്നെ കട്ട കെട്ടാത്ത വിധത്തിൽ നമ്മളിതിനെ ഇളക്കിയെടുക്കണം.
ഇപ്പോൾ ഞാനിവിടെ പാലിൽ ഈ ഒരു കസ്റ്റാർഡ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. കസ്റ്റാർഡ് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയറായ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സേമിയത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച സേമിയം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. സേമിയ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം നല്ല കട്ട പിടിച്ചിട്ടാണ് ഉണ്ടാകുക ഈ ഒരു സേമിയം. അപ്പോൾ കൈവച്ച് നന്നായിട്ട് പൊടിച്ചിട്ട് ഈ ഒരു കസ്റ്റാർഡിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയിലും പൊടിച്ച് ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഈ ഒരു പുഡിങ് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. പക്ഷേ നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇപ്പോൾ നമ്മുടെ പുഡിങ് നന്നായി തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.